ഗൈസ് കെ ആർ മാർക്കറ്റിലേക്ക് പോകാൻ വേണ്ടി ബസ് കയറി ഇരുന്നപ്പോഴാണ് ബസ്സിൽ പഞ്ഞി മിഠായി വെക്കുന്ന ഒരാൾ. ഗൈസ് നമ്മൾ കെ ആർ മാർക്കറ്റിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാട്ടോ. എല്ലാവരും അവരവരെ ബിസിനസ് ചെയ്തുകൊണ്ടിട്ടുള്ള തകൃതിയായിട്ടുള്ള ബിസിനസ്സാണ്. ഇവിടെ ഇത് സ്റ്റാർട്ടിംഗ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോഴാണ് കെ ആർ മാർക്കറ്റിൽ ഫ്ലവർ മാർക്കറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ഗൈസ് നമ്മളെ കെ ആർ മാർക്കറ്റിൻ്റെ വിശേഷങ്ങളാണ് ഇതൊക്കെയാണ് നമ്മൾ കെ ആർ മാർക്കറ്റിൽ കാണാൻ പറ്റും. അപ്പോൾ റോസാപ്പൂവിൻ്റെ പല ടൈപ്പാണ് കേട്ടോ. വേറെ വെറൈറ്റി കളറുകളാണ്. ഈ കളറ് ഇതെന്താ കളറാണ്? റോസ് കളറല്ലേ? റോസ് കളറ്, ചുവപ്പ് കളറ്, പിന്നെ അത് ഓറഞ്ച് കളറ്, മഞ്ഞ കളറ്. മഞ്ഞ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൂപ്പർ. ഇത് മഞ്ഞ കളറുണ്ടോ? അടിപൊളി സാധനം കേട്ടത്. അടിപൊളി മഞ്ഞ കളറ്. കുറേ ആൾക്കാർ പൂ വാങ്ങിക്കുന്നുണ്ട്. മഞ്ഞപ്പൂ, റോസ് പൂ ഉണ്ടത്. ഇപ്പോൾ നമ്മൾ പിന്നെയും ഫ്ലവർ മാർക്കറ്റിലേക്ക് പോവാണ്. ഫ്ലവർ മാർക്കറ്റിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സൗണ്ടായിരിക്കും, ഒന്നും കേൾക്കില്ല. അതുകൊണ്ട് ഫസ്റ്റിലേ ഇവിടുന്ന് പറയാം. പിന്നെ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ സംസാരമൊന്നും ഉണ്ടാവില്ല, ഒരേ പോക്കായിരിക്കും. അല്ല ഗൈഡേ? ഗൈഡുണ്ട് അവിടെ. ഗൈഡ് അല്ലെ പണിയാവും. പൊന്നെ തിരക്കാൻ കേട്ടോ. പോളി ഫ്ലവറൊക്കെ സൂപ്പറാണ്. ഇതല്ലേ മറ്റേ സാധനം? ചേച്ചിയൊക്കെ തകൃതിയായിട്ടുള്ള ബിസിനസ് കേട്ടോ. ഒരേ പൊളി. ഇത് ഒന്നേ എന്ത് തിരക്കാണ് ഇവിടെ. താമര മല്ലിക. ഓ താമര പൊള്ളി സാധനം കിട്ടുന്നല്ലേ. ജീപ്പ് സ്കാനോ. ഒക്കെ ഭയങ്കര ബാർഗനിങ് കേട്ടോ. തേനീച്ച പൊളി. പിടിച്ചേ ഇന്നെടുക്കണം കേട്ടോ. സൺ ടി വി ഭയങ്കര തിരക്കാ. ക്യാമറമാൻ രജീഷ് ബാബു തിരക്കാലേ. ഗൈസ് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവില്ല. ഞങ്ങൾക്ക് ഇവിടുത്തെ തിരക്ക് ഇതിൻ്റെ ടോപ്പിലത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാം. എന്താ തിരക്കിൻ്റെ അവസ്ഥ എന്ന്. ഈ മാർക്കറ്റ് നിങ്ങൾ കണ്ടോ? ഒരുപാട് ആൾക്കാർ. എത്ര ആൾക്കാരാണെന്നറിയോ? എൻ്റെ അമ്മ തിങ്ങി നിറഞ്ഞ് നിൽക്കുക. ഈ ഒരു എന്താ പറയുക, വലിയൊരു ടൗൺ പോലത്തെ ഒരു സ്ഥലമല്ല നമ്മളെ ഒരു റോഡ്. ഇത് റോഡ് ആക്ച്വലി വണ്ടികളൊക്കെ പോകുന്ന റോഡ് തന്നെയാണ്. ആ റോഡിൽ കംപ്ലീറ്റ് ആൾക്കാരാണ്. ഒരു 2 കിലോമീറ്റർ ആ ഒരു ചുറ്റളവിൽ കംപ്ലീറ്റ് ഈ ഫ്ലവർ മാർക്കറ്റും ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമ്മളെ ഫ്രൂട്ട്സിൻ്റെ മാർക്കറ്റ് വരുന്നത്. നമ്മൾ ഇപ്പോൾ എന്തായാലും ആ ഫ്രൂട്ട്സിൻ്റെ മാർക്കറ്റിലേക്ക് പോകും. അപ്പോൾ അവിടുത്തെ ഇതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മെയിനായിട്ടുള്ള ഫ്ലവർ മാർക്കറ്റ്. ഇതിൻ്റെ ഒരു അറ്റാണ്
മെയിനായിട്ടുള്ള എൻട്രൻസ് നേരത്തെ കഴിഞ്ഞു, നേരത്തെ കാണിച്ചില്ലേ ആ സംഭവം, അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ലാസ്റ്റത്തെ ഭാഗത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സംഭവം അടിപൊളിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു മാർക്കറ്റ് വന്ന് കാണുന്നത്. അപ്പോൾ ഈ ഫ്ലവർ മാർക്കറ്റ് കണ്ടിട്ടുള്ളവരെന്തായാലും കമൻറ്റ്. ഗൈസ് ഭയങ്കര സൗണ്ടാണ്, ഒന്നും കേൾക്കുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു മാർക്കറ്റിൻ്റെ ഭയങ്കര ഒരു മാർക്കറ്റാട്ടോ. എത്രയും കണ്ട് ആൾക്കാരിൽ തന്നെ ഇത്രയും ഫ്ലവർ ഇവിടെ വിറ്റ് പോവുമോ എന്ന് എനിക്കറിയില്ല. കോടിക്കണക്കിന് രൂപയുടെ എന്താ പറയുക കച്ചവടം നടക്കുന്ന, അങ്ങനെ തന്നെ പറയാം, കോടിക്കണക്കിന് രൂപ കച്ചവടം നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ബാംഗ്ലൂരിൽ ഈ ഫ്ലവർ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇതന്നെ നമ്മൾ വേൾഡ് ഫേമസ് ആണ് ഈ സംഭവം. ഇവിടുത്തെ ഒരു ദിവസത്തെ എൻറോള് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും മനസ്സിലാവാത്തൊരു കോടികളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഈ ഒരു മാർക്കറ്റ് കാണിച്ചു തരാനുള്ള ഭാഗ്യമുണ്ടായി. ഗൈസ് അപ്പം നമ്മൾ ഫ്രൂട്ട്സിൻ്റെ മാർക്കറ്റിലേക്ക് പോവുകയാണ്. പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചേച്ചിനെ വണ്ടി ഇടിച്ചു. അയ്യോ ഇപ്പോൾ വണ്ടി ഇടിച്ചു. ഗൈസ് ഇവിടെയും അതേ സെയിം സീനാണ്. ഒരുപാട് ആൾക്കാർ തന്നെ പറയാം, കുറേ ആൾക്കാർ ഇതിനുള്ളിലുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും ചീപ്പസ്റ്റായിട്ട് ഫ്രൂട്ട്സ് വിൽക്കുന്ന ഒരു മാർക്കറ്റാട്ടോ. ഭയങ്കര റേറ്റ് കുറവ്. നമ്മൾ ചോദിച്ചപ്പോൾ ഇതാ 200 kg ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടോ ആപ്പിൾ, അതിനൊക്കെയാണ് ഗൈസ്. ഒക്കത്തിനും വളരെ വിലക്കുറവാണ്. അപ്പം ഇവിടെയൊക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ, നാട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ തന്നെ അപ്പം തന്നെ കുറേ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് കൊണ്ടുപോകുന്നത് ഒരു നല്ലതാണ്. ഈ ആപ്പിളിനൊക്കെ 200 രൂപയുള്ളൂ 1 കിലോന്. നല്ല ചീപ്പായിട്ടുള്ള റേറ്റാണ് കേട്ടോ. ഇവിടെ ഒന്നും നടക്കാനൊന്നും പറ്റുന്നില്ല ഗൈസ്, ഭയങ്കര തിരക്കാണ്. ഇങ്ങനെ തട്ടിയും മുട്ടി ഇങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. ഒരുപാട് കടയാണ്. എൻ്റെ അമ്മേ എത്രയാ കട എന്ന് പറയും. പലരും ചാക്കുകളിലൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ചാക്കോടെ എടുത്തിട്ടാണ് പോകുന്നത്. ഇത് മറ്റേ സാധനല്ലേ, കറുകപ്പുല്ലല്ലേ? ഇതുണ്ടോ തേങ്ങയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. എത്ര ഫ്രൂട്ട്സാലേ ഇത് പൊന്നെ. ഫ്രൂട്ട്സിനെ കൊണ്ട് വേറെ കളി. വരുന്നു. ഇതാ ചെറുനാരങ്ങ, നമ്മളെല്ലാം നാട്ടിൽ കിട്ടുന്നത്. അതെ, ചാക്കൊക്കെ ഉണ്ട്. ചാക്ക് കൊണ്ട് സഞ്ചി ഉണ്ടാക്കിയ ചേട്ടൻ, അടിപൊളി.
ഇതെന്ത് പുല്ല? ഒരു വെറൈറ്റി പുല്ലുണ്ട് കേട്ടാ, ചേച്ചി വെക്കുന്നുണ്ട്. ഇത് വേറെ, ഇത് കുമ്പളം. ശിവന്റെ ഒരു സാധനം ഉണ്ട് കേട്ടോ. എൻ്റെ ഉള്ള ഒരു മന്ദിരം പോലെ ഉണ്ടാക്കിയുണ്ടോ? പൊന്നെ ഓട്ടോറിക്ഷ ഉണ്ടോ? ഓളി സാധനം ഫുള്ള് പഴം, പച്ചക്കായ, ഫുൾ സെറ്റ് കേട്ടോ. വേപ്പിലിൻ്റെ ലോഡ്. ഓക്കെ, ഇത്രയുള്ളൂ KR മാർക്കറ്റിൻ്റെ കുറച്ച് കാഴ്ചകൾ കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ പറയുന്നതൊന്നും വളരെ ക്ലിയർ അല്ല. അതുകൊണ്ടാണ് ഒന്നാമത്തെ ഇത് കാണിക്കാനല്ലേ. എന്തല്ലേ ഇതൊക്കെ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയ ഇതുണ്ടോ? ഫ്ലവർ അടിപൊളി സാധനം. പറയണ്ട, പൊളി സാധനം. ടക്കാമക്കാണോ അയാൾ വെക്കുന്നത്? ഇതെന്തോ ഓലൊക്കെ ഉണ്ട് കേട്ടാ. പനയോല ഉണ്ട്, ആനക്കൊടുക്കണേ പനയോല. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. ഭയങ്കര സൗണ്ടാണ്, ഇവിടുന്ന് റെക്കോർഡില്ലല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, ബൈ.